കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു വ്യത്യസ്തമായ ഒരു എന്താ പറയുക ഇന്ത്യക്ക് പുറത്തുള്ളൊരു വിഭവമാണ് തയ്യാറാക്കിയത്. ഒരു പേസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ അത്തരം കാര്യങ്ങൾ പൈസ് പിന്നെ ചീസ് കേക്ക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇന്ത്യൻ അല്ലല്ലോ. അത് നമ്മൾ കടമെടുത്തതാണ് വിദേശത്തു നിന്നും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോപ്പുലറായിട്ടുള്ള വിഭവങ്ങളാണ്. പക്ഷേ ഇന്ന് നമ്മൾ തനി നാടനിലേക്ക് പോകാൻ പോവാണ്. തനി നാടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഇതിലൊരു പ്രധാന പലഹാരം പഴംപൊരിയാണ്. നമ്മളുടെ 4 മണി പലഹാരങ്ങളിൽ പഴംപൊരി ഒരു മസ്റ്റാണല്ലോ. പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്ന പഴംപൊരി, പരിപ്പ് വട, ഉഴുന്നുവട ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ, ഉണ്ടാമ്പൊരി. ഇതെല്ലാം നമ്മുടെ സാധാരണ ചായക്കടകളിലും കിട്ടുന്ന കാര്യങ്ങളാണ്. നാട്ടിൻ പുറങ്ങളിൽ പോയാലും ഏറ്റവും നല്ല നാടൻ ഏത്തപ്പഴത്തിൽ ചെയ്യുന്ന പഴംപൊരിയൊക്കെ നല്ല പാകത്തിന് പഴുത്തത് എന്ത് ടേസ്റ്റ് അറിയോ. അപ്പോൾ പഴംപൊരി ഇതിന് മുന്നേ മാജിക് ആമിലൂടെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ വ്യത്യാസം അല്ലേ? അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ രീതിയിൽ ഞാനൊരു ഡിഫറെൻ്റായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ്. ഒരു വെറൈറ്റി പഴംപൊരിയിലൊരു മാറ്റം. അപ്പോൾ ഇതൊരു സാധാരണ പഴംപൊരിയല്ല, ഇത് പപ്പടം പഴംപൊരിയാണ്. പപ്പടം പഴംപൊരി എന്താ സാധനം അല്ലേ? പപ്പടവും പഴവും കൂടി ചേർന്ന് വരുന്ന ഒരു പഴംപൊരി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതാണ് നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായി പഴുത്ത ഏത്തപ്പഴം 4 വലുത് അല്ലെങ്കിൽ 5 ഇടത്തരം, ഏകദേശം 1 കിലോ. പപ്പടം 8 മുതൽ 10 എണ്ണം വരെ ആകാം. മൈദ മാവ് 1.5 കപ്പ്, ഇഡ്ഡലി മാവ് 1/2 കപ്പ്, പഞ്ചസാര 4 ടേബിൾ സ്പൂൺ, സോഡാപ്പൊടി 1/4 ടീസ്പൂൺ, വെള്ളം 1 കപ്പും ഒരല്പവും കൂടി, ഉപ്പ് 1 നുള്ള, എണ്ണ വറുക്കാൻ ആവശ്യമായത്. ഇത് നമുക്കതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ പഴം ഇങ്ങനെ നീളത്തിന് ഓരോ ഏത്തപ്പഴവും 2ആയിട്ട് മുറിച്ചിട്ട് കുറുകെ മുറിച്ചിട്ട് നെടുകെ നീളത്തിന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ചെയ്യാം. വേണമെങ്കിൽ ഒരു ഫുൾ ഏത്തപ്പഴം ഇങ്ങനെ ഫുൾ ലെങ്ത്തിൽ അതേ നീളത്തിന് തന്നെ ഖനം കുറച്ച് നീളത്തിൽ അരിയാനും ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി അതിൻ്റെ ബാറ്റർ എന്ന് പറയുമ്പോൾ മാവ് ഇത് 1.5 കപ്പ് മൈദാ മാവ്, 1.5 കപ്പ് മൈദാ മാവും അതിലേക്ക് ഇത് വ്യത്യാസമാണ്. ഇത് പപ്പട പഴംപൊരിയാണ്, അതുകൊണ്ട് കുറച്ച് മാറ്റങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാം. ഇനി അതിലേക്ക് ചേർക്കേണ്ട കാര്യങ്ങൾ: ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെന്താണ്, കുറച്ച് സോഡാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, അത് ഞാൻ അളന്ന് വെച്ചതാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്തു. ഇനി കുറച്ച് ഉപ്പ്, ഒരു ചെറിയ നുള്ളുപ്പ്. പിന്നെ വേണ്ടത് പ്രധാനപ്പെട്ടൊരു കാര്യം, അതായത് ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് എന്താണെങ്കിലും കുഴപ്പമില്ല, ഒരു 1/2 കപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇതും അളന്ന് വെച്ചതാണ്, 1/2 കപ്പ് ഇഡ്ഡലി മാവ്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ചേർത്തത് നല്ല കുറുകിയൊരു ബാറ്ററായിട്ടാണ് കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പും കുറച്ചുകൂടി വെള്ളമുണ്ട്, ആവശ്യാനുസരണം നമുക്ക് നോക്കാം. വെള്ളം ഒഴിക്കാം, കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി. ഇതൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ കലക്കിയെടുത്താലേ ശരിയാവുള്ളൂ. തവി വെച്ച് ചെയ്യുന്ന പോലെയല്ല, വ്യത്യാസമുണ്ട്. ചില കാര്യങ്ങൾ നമ്മളുടെ കൈയാണ് ഏറ്റവും നല്ല മിക്സിംഗ് ആയുധം. നല്ല കട്ടി. എന്നിട്ട് ഇനിയാണ് നമ്മളുടെ ഇത് പപ്പടപ്പഴം പൊരിയായി മാറുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യണം, മാവൊന്ന് കട്ടിക്ക് കലക്കിയല്ലോ. 10 പപ്പടം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് 2-2 ഇങ്ങനെ ഇതിലേക്ക് മുറിച്ചിടാം. ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതിനുള്ളിലേക്ക് ഇടണം. കൈകൊണ്ട് തന്നെ ഇങ്ങനെ കീറിയിട്ടാൽ മതി. എല്ലാം പരീക്ഷണങ്ങളാണല്ലോ. കുഞ്ഞു പീസസ് ആയിട്ട് ഇങ്ങനെ പറ്റുന്നത് പോലെ കൈ കൊണ്ട് ഇങ്ങനെ മുറിച്ച്. ഈ 8 മുതൽ 10 എണ്ണം വരെ ആകാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ പഴംപൊരി കഴിക്കുമ്പോൾ ഭയങ്കര സ്വാദാണ്. ഇടയ്ക്കിടയ്ക്ക് ആ പപ്പടത്തിൻ്റെ പീസും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നും.
ഒരു ചെറിയൊരു ഈ മധുരത്തിനിടയിൽ ചെറിയൊരു ഉപ്പ് രസം, അതൊരു സ്വാദല്ലേ. പപ്പടവും അത് എന്താ പറയുക, ബീഫ് ഫ്രൈയും പിന്നെ ഇത് പഴംപൊരിയും കൂടെ ചേർത്ത് കോമ്പിനേഷനുള്ള ചില ഷോപ്സ് ഉണ്ട്. അത് ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ എരിവും മധുരവും ഉള്ളൊരു കോമ്പിനേഷനാണ്. അത് നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ ഒരു ചേഞ്ചാണ്. കാര്യം പഴംപൊരിക്കൊരു മധുരമാണ്, അതിനകത്തേക്ക് ഇങ്ങനെ നമ്മൾ കുറച്ച് പപ്പടം കൂടി ചേർക്കുമ്പോൾ അതിനൊരു ചെറിയൊരു ഉപ്പ് രസം കൂടി കൂടും. അപ്പോൾ വേറൊരു രസമായിട്ട് വരും. പപ്പടത്തിന് പപ്പടത്തിൻ്റേതായ ഒരു സ്വാദുണ്ടല്ലോ, അതും കൂടി ചേർന്ന് വരും. അപ്പോൾ 8 or 10 പപ്പടമാണ് ഇനി ചേർക്കുന്നത്. ഞാനിപ്പോൾ 10 എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ചേർക്കാമെന്ന് വിചാരിച്ചു. 8 ആയാലും മതി. ഒരുപാടായ അവസാനം പപ്പടം മാത്രമേ കാണുള്ളൂ, പഴം കാണില്ല. പപ്പടം, അപ്പോൾ പപ്പടപ്പഴംപൊരി പപ്പട മാത്രമായിട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്ക് 8 മതി. എനിക്ക് തോന്നുന്നു നിറച്ചുണ്ട്. 8 ഇട്ടപ്പോൾ തന്നെ ധാരാളമായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഒരല്പസമയം മാറ്റി വയ്ക്കണം. ഈ പപ്പടത്തിൻ്റെ പീസസൊക്കെ ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആകാനായിട്ട്. ഇനി നമ്മളുടെ പപ്പട പഴംപൊരി തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ഇനി അടുപ്പ് കത്തിക്കാം. ഒരു ചൂട് കട്ടിയുള്ള ചീനച്ചട്ടിയോ കടായിയോ എന്തെങ്കിലും വയ്ക്കുക. എന്നിട്ട് ആവശ്യാനുസരണം എണ്ണ, വറുക്കാൻ ആവശ്യമായ എണ്ണ. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് നേരമായി, നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. പിന്നെന്താ, നമ്മുടെ മാവും കറക്റ്റായിട്ട് നല്ല പൊലിഞ്ഞ് വരുന്നിട്ടുണ്ട്. കണ്ടില്ലേ, പപ്പടമൊക്കെ നല്ല കുതിർന്ന് കിടക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓരോന്നായിട്ട് ഓരോ പീസും നമ്മളിങ്ങനെ മാവിൽ മുക്കി, പപ്പടത്തിൻ്റെ പീസും കൂടെ ഇതിനകത്തേക്കൊക്കെ വരും. ഇതിലിങ്ങനെ പൊതിഞ്ഞ് എടുക്കുമ്പോൾ ഓരോന്നായിട്ട് എണ്ണയിലിടാം. ആ ഇടുന്ന കൂട്ടത്തിൽ പപ്പടമൊക്കെ അതിലിങ്ങനെ പൊതിഞ്ഞ് വരും. പപ്പടം ഇതിൻ്റെ കൂടെ ഇങ്ങനെ യോജിച്ചിരിക്കുമല്ലേ. ഇപ്പോൾ നമ്മളുടെ പപ്പട പഴംപൊരി പാകത്തിൽ മൂത്ത് തുടങ്ങി. മൂപ്പനുസരിച്ച് നമ്മൾ ഇട്ടതിൻ്റെ അനുസരിച്ചിട്ടാണ് മൂക്കുന്നത്. ആദ്യം വന്നത് ആദ്യം മൂക്കും. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുക്കാം. പിന്നെ പഴംപൊരിക്കൊരു മഞ്ഞ നിറം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. കാര്യം കടയിലൊക്കെ ചിലപ്പോൾ യെല്ലോ കളറിലേക്ക് ഇടും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. യെല്ലോ കളർ ചേർക്കണമെന്നില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതിൻ്റെ ഒരു നാച്ചുറൽ കളർ എന്താണോ അത് മതി. ഞാൻ എന്തായാലും കളറൊന്നും ആഡ് ചെയ്തില്ല, ചേർത്തില്ല. നല്ല കരികരിപ്പായിട്ട് എണ്ണ ഒന്നും കുടിക്കില്ല, നല്ല പാകത്തിന് മൂപ്പിച്ചെടുക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന്, എണ്ണ നല്ല ചൂടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് പഴംപൊരി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തീ ഒന്ന് ക്രമീകരിക്കുക. അപ്പോൾ ഈ ചൂട് എപ്പോഴും ഒരേപോലെ റീറ്റെയിൻ ചെയ്യാൻ നോക്കണം. അതിൻ്റെ ഒരു കണക്കിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കുറഞ്ഞാൽ എണ്ണ കുടിക്കും, കൂടിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതാണ് ഒരു ടെക്നിക്ക്. എപ്പോഴും നമ്മൾ വറുക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം റെഡി. ഇനി ബാക്കി ഇരിക്കുന്നതും ഇതേ മാവിൽ വെച്ച് തന്നെ മുക്കി ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ ഇത് മുഴുവൻ ഞാനൊന്ന് വറുത്തെടുക്കാൻ പോവാണ്.
പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പഴം നല്ല പഴുത്തതാണെങ്കിലേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ എന്തായാലും. അതെപ്പോഴും അങ്ങനെയാണ്. പഴംപൊരി ആയിട്ട് പ്ലെയിൻ പഴംപൊരിക്കാണെങ്കിലും അങ്ങനെ പഴുത്ത് കിട്ടുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അങ്ങനെ പഴത്തിൻ്റെ മധുരവും പപ്പടത്തിൻ്റെ ഒരു ചെറിയ ഒരു ടേസ്റ്റും ഒരു ചെറിയ ഉപ്പും ഒക്കെ ആയിട്ട് ഗംഭീരമായിട്ട് നമുക്ക് വറുത്ത് കഴിക്കാം. അപ്പോൾ ഇനി ബാക്കിയിരിക്കുന്ന പപ്പട പഴംപൊരിക്കുള്ള കാര്യങ്ങൾ ഞാൻ വറുത്തെടുക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ തിരിച്ചു വരാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അങ്ങനെ അവസാനത്തെ പപ്പട പഴംപൊരിയും ഞാൻ വറുത്ത് കോരി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല മുരുമുരാന്നുള്ള ക്രിസ്പി ആയിട്ടുള്ള, അകത്ത് നല്ല സ്വീറ്റായിട്ടുള്ള, പപ്പടത്തിൻ്റെയും കൂടെ സ്വാദുള്ള പപ്പടം പഴംപൊരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് ഉണ്ടാക്കിയ മെത്തേഡ് കണ്ടല്ലോ. അപ്പോൾ ഞാനിതിലൊരു 1/2 കപ്പ് ഇഡ്ഡലി മാവ് മാത്രമേ ചേർത്തുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു അധികം പുളി ഇല്ലാത്ത മാവാണെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാം, കുറച്ചുകൂടി സ്വാദ് കൂടുള്ളൂ. പക്ഷെ ഒരുപാട് പുളിച്ച മാവാണെങ്കിൽ വേണ്ട, 1/2 ചേർത്താൽ മതി. അധികം പുളിയില്ലാത്ത ഇഡ്ഡലി മാവോ ദോശമാവോ ഉണ്ടെങ്കിൽ 1 കപ്പ് വരെ ആകാം. മധുരം ഇത് തന്നെ മതി, 4 ടേബിൾ സ്പൂൺ മതി. പഴത്തിനും നല്ല മധുരമല്ലേ. പപ്പടം 10 എണ്ണം വരെ ആകാം. അപ്പം നല്ല രീതിയിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കാൻ മറക്കരുത്. അപ്പോൾ എണ്ണ ഒന്നും കുടിക്കില്ല. ഇത് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് തയ്യാറാക്കാൻ പറ്റുകയാണ്. അപ്പോൾ മലയാളിക്ക് എല്ലാം ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ പഴംപൊരി എന്ന് പറയുന്ന കാര്യം. പഴംപൊരി എല്ലാവരുടെയും ഒരു ഫേവറേറ്റാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ എൻ്റെ വലിയ ഫേവറേറ്റാണ് പഴംപൊരി. അപ്പോൾ പരിപ്പ് വട, പഴംപൊരി ഇതൊക്കെ നമ്മുടെ നൊസ്റ്റാൾജിക് വിഭവങ്ങളാണ്. പണ്ട് തൊട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കടകളിൽ വാങ്ങാനും കിട്ടും, പക്ഷേ കൂടുതൽ ആൾക്കാർ വീട്ടിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ചായയുടെ കൂടെ ഒരു കടിയായിട്ട് പഴംപൊരി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ രീതിയിൽ പപ്പടവും പഴവും കൂടി ചേർന്നൊരു പപ്പട പഴംപൊരി തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടം.